സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി നടക്കണവരാണ് നിങ്ങൾ. ഇങ്ങോട്ട് വരും, ഞാൻ കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചിട്ട് വരും. നമ്മൾ വന്നിട്ടുള്ളത്, ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ഓട്ടോമാൻ യൂസ്ഡ് ഓട്ടോൻ്റെ കൺസൾട്ടൻസിയിൽ വന്നിട്ടുള്ളത്. ഒരുപാട് വണ്ടികൾ ഇന്നത്തെ കളക്ഷനിലുണ്ട്. പുതിയ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. പഴയ കളക്ഷനൊക്കെ പോയി ഒക്കെ പുതിയ വണ്ടികളായിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ നമ്മൾ ഇതിൽ വരുന്നതിനനുസരിച്ച് എല്ലാവരും പെട്ടെന്ന് വന്നിട്ട് എൻക്വയറി ചെയ്യുക. കാരണം വണ്ടികൾ വേഗം പോകും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടുന്ന വണ്ടി ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ പുതിയ കളക്ഷൻ വരും. വണ്ടി എന്തായാലും തീരുന്നില്ല. നമുക്ക് ഇവിടെ ഗാരേജിൽ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. പണി എടുപ്പിച്ച് എടുക്കാനുള്ളതായിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പുത്തനത്താണി വെട്ടിച്ചിറൻ്റെ ഇടയിലുള്ള ഓട്ടോമാൻ ഓട്ടോ കൺസൾട്ടൻസിയിലാണ്. നമ്മുടെ ഷെരീഫ് ഖാൻ്റെ എല്ലാവർക്കും അറിയാം, നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് ഷെരീഫ് ഖാൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരാളെ കൊണ്ട് പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്കിന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള എൻ്റെ പേര് ഷാനിഫ് എന്നാണ്. നമ്മുടെ ഷെരീഫ് ഖാൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഇയാളാണ്. പുതിയതായിട്ട് നമ്മളെ ചാനലിലേക്ക് ഒന്ന് വിളിച്ച് വരുത്തിയതാണ്. അവനവിടെ മറുവിലിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് അവനും കൂടെ കൂട്ടിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വണ്ടികളാണ് കാണിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വണ്ടി വരുന്നത് 2010 മോഡൽ ചെറിയ ബജാജിൻ്റെ കുട്ടി വണ്ടിയാണ്. കുട്ടി ഡീസൽ, KL55 തിരൂർ രജിസ്ട്രേഷൻ തന്നെ വരുന്ന വണ്ടിയാണ്. ഒരു നോർമൽ കണ്ടീഷന്, ആവറേജ്, വലിയ മോശത്തരൊന്നും പറയാനില്ല. എന്നാൽ ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞ വണ്ടിയല്ല, കുഴപ്പമില്ല. നമുക്ക് കൊണ്ടുപോയി തൽക്കാലം ഓടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. നമ്മളെ പറ്റ പണി കഴിച്ച വണ്ടിയല്ല എന്നുള്ളൂ. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 12ാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ്. വണ്ടിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 45 റുപ്യ ചോദിക്കണുള്ളൂ. 2010 മോഡലാണ്. KL55G ആണ്. 2010 ലാസ്റ്റ് ആയിരിക്കും. ഓവറെന്ന് പറയാനുള്ള റേറ്റ് ഒന്നും ചെയ്യാം. 45 റുപ്യക്ക് 2010 മോഡൽ തന്നെയാണ്. വണ്ടീൻ്റെ റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി വരുന്നത് 2012 മോഡൽ KL07 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. പണിയൊക്കെ കഴിപ്പിച്ചിട്ടുള്ള വണ്ടിയാണ്. പെയിൻറ്റിങ്ങും പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, വുഡ് വർക്ക്, സീറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ഇതിന്മേൽ ഇനി എക്സ്ട്രാ ഫിറ്റിങ്സും കൂടെ വരാനുള്ളൂ. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. വീൽ കപ്പ്, റൂട്ട്സിൻ്റെ ഓണ്, സൈഡത്തെ ബമ്പർ, ബാക്കിലത്തെ ബമ്പർ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ വരാനുണ്ട്. അപ്പോൾ വണ്ടി ഒന്നുകൂടെ മൊഞ്ചാവും. വണ്ടി സർവീസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ്. പൊടിയും കാര്യങ്ങളൊന്നും നോക്കണ്ട. വണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് കൊടുക്കുകയുള്ളൂ. 2012 മോഡലാണ്. ചോദിക്കണ റേറ്റ് 110. എന്തെങ്കിലും ചെറിയ എമൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ബാക്കി അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ റെഡിയാക്കി കൊടുക്കും. സെറ്റ് അടവ് ഇട്ട് കൊടുക്കണതാണ്. ഒരു ആധാർ, ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വണ്ടി വരുന്നത് പുതിയ വണ്ടിയാണ്. അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്. 2023 നമ്മുടെ ഇവിടുത്തെ തിരൂർ മോഡൽ പണിയല്ല, പുറത്തെ വണ്ടിയാണ്. അവരവിടുത്തെ മോഡൽ പണിയാണ്. എന്തായാലും ഒരു വെറൈറ്റി ലുക്കാണ്. നമ്മളവിടെയൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നാലാൾ നോക്കും. അങ്ങനത്തെ മോഡൽ പണിയാണ്. നമ്മളെ ഇവിടുത്തെ വുഡ് വർക്കും കാര്യങ്ങളൊന്നുമല്ല. വണ്ടി കുഴപ്പമൊന്നുമില്ല. കണ്ടീഷനൊക്കെ നല്ല കണ്ടീഷനാണ്. 2023 പറയുമ്പോൾ അധികം എന്തായാലും പഴക്കം വന്നിട്ടുണ്ടാവില്ല. എൻജിൻ സൈഡ് ആണെങ്കിലും ബോഡി ആണെങ്കിലും അധികം പഴക്കം ഉണ്ടാവില്ല വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കണത് 2,50,000 ആണ്. എന്തെങ്കിലും ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് ഇവിടെ വന്ന് ചോദിച്ച് വണ്ടി കണ്ടു പറ്റുകയൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ പുതിയ ഇൻഷുറൻസ് ആണ്. ഈ കൊല്ലം ലാസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഗുഡ്സ് വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് മാറി നമ്മൾ ഒരു ഗുഡ്സ് വണ്ടി ഉണ്ട്. ബജാജിൻ്റെ ഗുഡ്സ് വണ്ടിയാണ് ഇത്. 2021 മോഡലാണ്. എല്ലാവർക്കും കഴിച്ചിട്ടുണ്ട്. പാച്ച് വർക്കും പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ചെറിയ ചില വർക്കും കൂടെ പെൻഡിങ് ഉള്ളൂ. അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. ഉൾഭാഗമൊക്കെ അത് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ്. 2021 മോഡൽ പറയുമ്പോൾ നമുക്ക് അത്ര പണിയും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല. അധികം ഓടിയിട്ടുണ്ടാവില്ല. 3-4 വർഷത്തെ പഴക്കേ ഉള്ളൂ. 19,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയർ പോലും കമ്പനി കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ടയർ പോലും മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഒരു 19,000 കിലോമീറ്റർ പറയുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും, വണ്ടീൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാവും. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പുതിയ ബ്രേക്ക് എടുത്തിട്ട് കൊടുക്കുന്ന വണ്ടിയാണ്. നിലവിലെടുക്കണവർക്ക് ഫുൾ പേപ്പർ ഉണ്ടാവും. 1 വർഷത്തെ പേപ്പർ കംപ്ലീറ്റ് ഉണ്ടാവും. പിന്നെ വണ്ടി റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ലൈവായിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വണ്ടിക്ക് അടവും കിട്ടും. റേറ്റ് ചോദിക്കുന്നത് 1,80,000. അപ്പോൾ ഇനി CNG പ്രേമികൾക്കായിട്ട് നമ്മളൊരു വണ്ടി കൊടുത്തിട്ടുണ്ട്. ബജാജിൻ്റെ മാക്സിമ. നമ്മുടെ പറ്റ ചെറിയ വണ്ടിയല്ല, ഏറ്റവും വലിയ വണ്ടിയല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന വണ്ടിയാണ് ബജാജിൻ്റെ മാക്സിമ CNG. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. കാരണം CNG ആയതുകൊണ്ട് ഡീസലിനൊക്കെ അപേക്ഷിച്ച് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് CNG ആണ്. ഇതിൻ്റെ നേരെ ചെറുത്. അപ്പോൾ യാത്രാ സുഖമാണെങ്കിലൊക്കെ പെട്രോൾ എഞ്ചിനായ കാരണം നല്ല സുഖമാണ്. നമുക്ക് പ്രത്യേകം പറയാൻ നമ്മൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 2022 മോഡലാണ്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. 1 വർഷത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി കണ്ടീഷനൊന്നും നമുക്ക് പുറമേ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല.
പെയിൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനി പെയിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എഞ്ചിനും കണ്ടീഷനും കാര്യങ്ങളും റണ്ണിങ്ങും ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ലൈവായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. വേറെ നമുക്ക് പുറമെ കാണുമ്പോൾ കുഴപ്പമൊന്നും വെച്ചാൽ ചെറിയ പൊടി കാര്യങ്ങളൊക്കെ കാണുന്നത് വിഷയമാക്കണ്ട, അത് സർവീസ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഇത് നമ്മൾ ഓപ്പൺ എയറിൽ എടുക്കുന്ന കാരണം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സർവീസ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെ കൊടുക്കുള്ളൂ. 2022 മോഡല്, റേറ്റ് ചോദിക്കുന്നത് 1.60. ഇതിനും അടവ് കയറ്റി കൊടുക്കുന്നതാണ്, സൈറ്റ് അടവ് ഇട്ട് കൊടുക്കും. ജസ്റ്റ് ഒരു ഫോട്ടോ ഒരു ആധാരം ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് അടവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിനി അടുത്തത് കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റി സാധനമാണ്. നമ്മളെ പ്രൈവറ്റ് വണ്ടി, ടാക്സിയിൽ നിന്നൊന്ന് മാറ്റി പിടിച്ച് നമ്മൾ പ്രൈവറ്റ് വണ്ടി ഉണ്ട്. നല്ല അടിപൊളിയിലേക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് കളറാണ് വന്നിട്ടുള്ളത്, പുതിയ പെയിൻ്റാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് തന്നെയാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചെറിയൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ പെയിൻറ്റിനുണ്ട്. 2009 മോഡലാണ് വണ്ടി. ഇന്നറും വുഡും കാര്യങ്ങളും സീറ്റ് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഫിനിഷാക്കിയിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ഒന്നുകൂടെ സർവീസ് ചെയ്യാനുണ്ട്, അത്രേ കുഴപ്പമുള്ളൂ. ചെറുതായിട്ട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടാവും. ബാക്കിലെ പമ്പർ, വീൽ കപ്പ്, അങ്ങനത്തെ ചെറിയ ഫിറ്റിങ്സ് വരാനുണ്ട്. അതുകൊണ്ട് വന്ന വണ്ടി കുട്ടപ്പനായി. 2009 മോഡലാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 80,000 രൂപയാണ്. പിന്നെ ഈ നമ്മൾ റേറ്റും ഇതൊക്കെ മറ്റുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേറ്റിന് ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിന് തന്നെ ഇതുപോലത്തെ മോഡൽ വണ്ടി കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വണ്ടി പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു വണ്ടി പണിയെടുപ്പിച്ചാൽ എനിക്കറിയാം. ഒരു വണ്ടി എൻ്റെ 2010 മോഡൽ പണിയെടുപ്പിച്ച് തന്നെ ഏകദേശം 90,000-80,000 രൂപയോളം എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് വർക്ക്, പാച്ച് വർക്ക്, ഫുള്ള് ബോഡി ഇറക്കിയിട്ട് പണിയെടുപ്പിച്ചതിന് 80,000 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാണെന്ന് പറയും. പക്ഷേ അത് പണി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല, ആ ഒരു റേറ്റ് അത്ര കൂടുതലല്ല. അറിയണോണ്ട് പറയുന്നതാണ്. അപ്പോൾ നല്ല വണ്ടി തന്നെയാണ്, നമുക്ക് പുറമേ കണ്ടിട്ട് കുറ്റങ്ങളൊന്നും പറയാനില്ല. ഇനി വന്നിട്ട് വണ്ടി റണ്ണിങ് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. 80,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത് നമ്മളൊരു ഡബിൾ കണ്ണ് കൊടുത്തിട്ടുണ്ട്, ബജാജിൻ്റെ കുട്ടി ഡീസൽ. ഇത് നമ്മളെ കണ്ടാൽ തന്നെ അറിയാം, നമ്മളിവിടുത്തെ പണിയല്ല, പുറം പണിയാണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2023 മോഡൽ എന്ന് വെച്ചാൽ 2 വർഷം പഴക്കം ആവണുള്ളൂ. 2023 മോഡലാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. കമ്പനി പെയിൻറ്റ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഇതിലിപ്പോൾ 2 വർഷം കൊണ്ട് വണ്ടിക്ക് നമുക്ക് എത്ര കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് മനസ്സിലാവില്ല, ഏകദേശം അത്രേ ഓടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് വന്നിട്ട് വണ്ടി എടുക്കാം. വേറെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഓടിയിട്ടില്ല. അധികം ഓടാത്ത വണ്ടി ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ആകെ 13,217 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അതിൻ്റെ ഒരു പഴക്കേ വണ്ടിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ധൈര്യത്തിൽ വന്നിട്ട് വണ്ടി എടുക്കാം. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 2.10 അതിൽ ഒരു 60-70 രൂപയോളം നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയി കൊടുക്കേണ്ടി വരും. ബാക്കി എമൗണ്ട് നമുക്ക് അടവിട്ട് കിട്ടുന്നതാണ്. ഒരു ആധാർ, ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു ആധാറും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ സേട്ട് അടവ് ഇട്ടിട്ട് ഇവിടെ തന്നെ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകാം.